ഓം ശ്രീനാരായണ പരമഗുരവേ സുപ്രഭാതം. 1630 ദിവസമായ ഇന്ന് 2025 ഒക്ടോബർ മാസം 31 വെള്ളിയാഴ്ച, 1201 ആണ്ട് തുലാമാസം 14 ഗുരുവചനങ്ങളിലൂടെ സാധുക്കൾ സംഭാവന ചെയ്യുന്ന പണം ആർക്കെങ്കിലും ധൂർത്തടിക്കാനാണോ? പണം ആവശ്യത്തിന് പിരിക്കണം, ആഡംബരത്തിന് പിരിക്കരുത്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുളിൽ എന്ന പുസ്തകത്തിൽ ഗുരുവും ശിഷ്യനും എന്ന് വിവരിക്കുന്നതിൻ്റെ 34 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ അത്യന്തം ആദർശപരമായ നിവർത്തിമാർഗപ്രധാനമായ ഈ ജ്ഞാനദാന പരീക്ഷണം ഋണാത്മക സ്വഭാവമുള്ളതാണെങ്കിലും ധനാത്മകമായ ഫലം ഉളവാക്കത്തക്ക ഔന്നത്യമാർജിച്ചെന്ന് വരാം, അഥവാ നിഷ്ഫലമായി പോയെന്നും വരാം. ഈ ഫലപ്രാപ്തി നിർണയിക്കുന്ന കാര്യത്തിൽ ചില വിശദാംശങ്ങളൊന്നും കണക്കിലെടുക്കേണ്ടതായിട്ടില്ല. ഇവിടെ കർമ്മപ്രധാനമായിട്ടുള്ളത് ഗുരുശിഷ്യ പാരസ്പര്യ സംസ്ഥാപനം ചെയ്യുന്ന പ്രക്രിയ. അതിൻ്റെ അതീവ സൂക്ഷ്മമായ അംശങ്ങളിൽ പോലും അതിൻ്റേതായ ശാസ്ത്രത്തിന് തികച്ചും സമ്മതിയുള്ളതായിരിക്കണം എന്നതാണ്. വളരെ കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ രൂപം നൽകപ്പെട്ടിട്ടുള്ള സാമ്പ്രദായികമായ ഈ രീതികൾ തത്വപരമായി നോക്കിയാൽ സാർവലൗകിക സമ്മതിയുള്ളതാണ്. മറ്റെല്ലാ താൽപ്പര്യങ്ങളിലേക്കും ശ്രദ്ധ ചോർന്നു പോകുന്നത് നിശേഷമടച്ച് ജ്ഞാനതൃഷ്ണയുടെ ആന്തരികമായ സമ്മർദ്ദം കുറഞ്ഞു പോകാതെ നിലനിർത്തണം. സത്യാന്വേഷണം അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുന്നവരെ അത് തുടരുകയും വേണം. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.